ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഓഫീസ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഒരു പോസ്റ്റർ കോമ്പറ്റീഷൻ ഉണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ വരെയല്ലേ, അപ്പം അതിൻ്റെ ഒരു പോസ്റ്റർ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ആ വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓഫീസിലെത്തിയിട്ട് കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഓഫീസിലോട്ട്. ഞാൻ എപ്പോഴും മിക്ക ദിവസവും ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോ ഡ്രൈവർ എൻ്റെ വാപ്പൻ. ഹൈടെക് ഓട്ടോയാണ് ഗൈസ്. കണ്ടു, ഫാനുണ്ട്. ചൂടുണ്ടെങ്കിൽ ഫാൻ ഓൺ ചെയ്യാം. ഇത് ഗദാഫി, ഒന്ന് തിരിഞ്ഞു നോക്കൂ. ദിസ് ഈസ് ഗദാഫി ഗൈസ്. Any existing disease, he can go and admit. He only the premium. വെള്ളമുണ്ട് വെള്ള നമ്മൾ രണ്ട് ചാർട്ടും കുറച്ച് കളേഴ്സും കൊണ്ട് കോമ്പറ്റീഷന് വന്നിട്ടുണ്ട്. അതില എന്ത് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്? കൊടി. ആർട്ടിസ്റ്റാണ് അല്ലേ? എനിക്കിപ്പോ അടുത്ത ടീമിൽ നിന്ന് കത്രൊക്കെ മേടിച്ച് നമുക്ക്. അതെ, ഇപ്പൊ കുറച്ചും കൂടെ ശരിയായില്ലേ ചേച്ചി? ശരിയായോ? കുറച്ചും കൂടെ അല്ലേ? ഓ വാവ്. ഇനി എന്താ വരയ്ക്കണ്ടേ? അപ്പൻ്റെ തല എങ്ങനെ വരയ്ക്കും? ബാക്കി എന്ത് വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്? ചന്ദ്രബോസ്. നമ്മൾ മാത്രം കുളത്തില്ല അല്ലേ? ഇത് കണ്ടിട്ടായിരിക്കും വരുന്നവർക്ക് കാണുന്ന ഇതാണ്. അത് വെക്കണ്ട കേട്ടോ ഗായ്സ്. നമ്മൾ തോക്കുമെന്നാണ് തോന്നുന്നത്. എല്ലാം ഡിസൈനേഴ്സ് ടീമാണ്. നമുക്കൊന്നും കുഴപ്പമില്ല. ഇത്രയും വലിയ ആൾക്കാരോട് നമ്മൾ മത്സരിച്ചിരിക്കും അല്ലേ? അതാണ് വലിയ കാര്യം. അവിടെ അസസർ പ്രൈസും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഏത് വരെ ഇങ്ങോട്ട് പോകുന്നതാണ് ഞാൻ ആലോചിച്ചത്. നമ്പർ 2. ഗായ്സ്, നമ്മൾ 3 കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് അസീനയുടെ കലാവിരുന്നാണ് ഗായ്സ്. ഇത് അഖിലയുടെയും അപർണേച്ചിയുടെയും 2 അപർണ ചേച്ചികളുടെയും കലാവിരുന്നാണ്. എൻ്റെത് ഞാൻ കാണിച്ചു തരാം. വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും പ്രൊഫഷണൽസാണ്. നമ്മളിപ്പോഴും സ്കൂൾ പിള്ളേരെ. ലുക്ക് ഗൈസ്, ദേ ആർ പ്രൊഫഷണൽസ്. ദേ ഓൾസോ ചെസ് നമ്പർ 201. ഇത് ഞങ്ങളുടെ
അങ്ങോട്ട് നോക്കി. ഓ, അവരൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്. അവരൊക്കെ ക്രിയേറ്റീവ്സ് അടിപൊളി. അവരൊക്കെ UA ടീമല്ലേ? അതൊക്കെ ഫൗളാണ്. പോസ്റ്റൊന്നും ഇല്ല. ഇവര് 4ാം സ്ഥാനം തരുവാണെങ്കിൽ അത് നമുക്ക് എനിക്ക് തോന്നണില്ല. പറഞ്ഞുകൂടാ. ഓ, ഇനി വരില്ല. അയ്യോ, അതെ ഗൈസ്, ഞങ്ങൾ തോറ്റിരിക്കുന്നു. യെസ്, റിസൾട്ട് വരാതെ തന്നെ ഞങ്ങൾ തോറ്റിരിക്കുന്നു. അതാണ് ഞങ്ങൾ കോൺഫിഡൻറ്റ്. ഒന്നും പറയാനില്ല. നാളെ മെയിൽ വരും. തോറ്റത് പറ്റി ഒന്നും പറയാനില്ല. നമ്മുടെ പോസ്റ്ററിന്റെ അഭിപ്രായം ഒന്നും പറയാനില്ല. നമ്മൾ തോറ്റു, അന്തസ്സായിട്ട് തോറ്റു. അപ്പോൾ ഗൈസ്, ഞാൻ ഓഫീസിൽ നിന്ന് പോയി തിരിച്ചു വന്നു. ഇന്ന് അത്രേ ഉള്ളൂ. ഞങ്ങൾ റിസൾട്ട് വരാതെ തന്നെ തോറ്റിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.